അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 6 തിങ്കളാഴ്ച. രാജ്യത്തെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 94 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. ഗുജറാത്തിലെ 25, കർണാടകത്തിലെ 14, മധ്യപ്രദേശിലെ 8, UP-യിലെ 10, മഹാരാഷ്ട്രയിലെ 11 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അവരുടെയും മക്കളുടെയും ഭാവിക്ക് വേണ്ടിയാണ് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ ഞങ്ങൾക്ക് കുട്ടികളില്ലെന്നും മോദിയും യോഗിയും നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്കായാണ് പ്രവർത്തിക്കുന്നതെന്നും മോദി പറഞ്ഞു. ലൈംഗിക പീഡന ശ്രമം ആരോപിച്ചുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് തന്നെ വലിച്ചു താഴെയിടാൻ പലരും ശ്രമിക്കുന്നുവെന്നും എന്നാൽ താൻ അങ്ങനെയൊന്നും വീഴുമെന്ന് ആരും കരുതേണ്ടെന്നും ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. അതിനിടെ ലൈംഗിക പീഡന പരാതിയിലെ അന്വേഷണത്തിൽ ആനന്ദബോസിന്റെ നിസ്സഹകരണം രാഷ്ട്രപതിയെ ബംഗാൾ സർക്കാർ അറിയിക്കും. രാജ്ഭവനിലെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നില്ലെന്നും ജീവനക്കാരുടെ മൊഴിയെടുക്കാൻ തടസ്സം നിൽക്കുന്നുവെന്നും അറിയിക്കാനാണ് സർക്കാരിന്റെ നീക്കം. തനിക്കെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ അന്വേഷണത്തോട് സഹകരിക്കേണ്ടെന്ന് ഗവർണർ CV ആനന്ദബോസ് പശ്ചിമ ബംഗാളിലെ രാജ്ഭവൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം വിശദീകരിച്ച് അദ്ദേഹം ജീവനക്കാർക്ക് കത്തയച്ചു. ഗവർണർക്കെതിരെ ക്രിമിനൽ നടപടി പാടില്ലെന്നാണ് ചട്ടമെന്ന് വിശദീകരിച്ചാണ് ഗവർണർ ആനന്ദബോസ് കത്തയച്ചിരിക്കുന്നത്. വടകരയിൽ വർഗീയതയ്ക്കെതിരെ പ്രചാരണം നടത്തുമെന്ന UDF നിർവാഹക സമിതി തീരുമാനം പരിഹാസ്യമാണെന്ന് LDF കൺവീനർ EP ജയരാജൻ. തിരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന തിരിച്ചടി ഭയന്നുള്ള മുൻകൂർ ജാമ്യമെടുക്കൽ മാത്രമല്ലിതെന്നും മണ്ഡലത്തിലുടനീളം UDF നടത്തിയ കടുത്ത വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ ഉയർന്ന ജനവികാരത്തിൽ നിന്നും ഒളിച്ചോടാൻ കൂടിയാണെന്നും EP ജയരാജൻ പറഞ്ഞു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ പരാതി നൽകിയ KSRTC ഡ്രൈവർ യദുവിനെതിരായ നീക്കം ശക്തമാക്കി KSRTCയും പോലീസും. തർക്കമുണ്ടായ ദിവസം യാത്രക്കിടെ യദു 1 മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചെന്ന് പോലീസ് കണ്ടെത്തി. അതോടൊപ്പം ബസിനുള്ളിലേക്ക് സച്ചിൻ ദേവ് MLA കയറി യാത്രക്കാരെ ഇറക്കിവിട്ടു എന്ന യദുവിന്റെ പരാതി കോടതി പരിഗണിക്കും. KSRTCയിലെ താൽക്കാലിക നിയമനത്തിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന് റിപ്പോർട്ട് നൽകും. മേയറും ഡ്രൈവറും തമ്മിലുള്ള കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് പോലീസ് നടപടി. കേസുകൾ നിലനിൽക്കെ താൽക്കാലിക ജീവനക്കാരനായി യദുവിനെ നിയമിച്ചത് പലരും ചോദ്യം ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് നീക്കം. വിവാദ ഡ്രൈവർ യദു ജോലിക്ക് പ്രവേശിക്കുമ്പോൾ 2 കേസിൽ പ്രതിയായിരുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും KPCC അധ്യക്ഷ സ്ഥാനം തിരിച്ചു നൽകാത്തതിൽ K സുധാകരനെ അതൃപ്തിയെന്ന് റിപ്പോർട്ടുകൾ. തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന KPCC യോഗത്തിൽ താൽക്കാലിക പ്രസിഡന്റ് MM ഹസനോട് തുടരാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിർദ്ദേശിച്ചു. ഫലം വരുന്നതുവരെയാണ് താൽക്കാലിക ചുമതലയെന്നാണ് ദീപാദാസിന്റെ വിശദീകരണം. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് പാർട്ടിക്കുള്ളിൽ കലാപം സൃഷ്ടിക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് T സിദ്ദിഖ്. ചേവായൂർ ബാങ്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പാർട്ടിയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് ചിലർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. തനിക്കെതിരെ രാഘവൻ വിമർശനം ഉന്നയിച്ചെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും സിദ്ദിഖ് പറഞ്ഞു. അതേസമയം നിർണായക ഘട്ടത്തിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്ന ചിലരുടെ പരസ്യ നിലപാടും രാജിയും പ്രതിസന്ധി സൃഷ്ടിച്ചതായും ഇത്തരക്കാർക്കെതിരെ KPCC അന്വേഷണം നടത്തണമെന്നും രാഘവൻ ആവശ്യപ്പെട്ടിരുന്നു. തന്നെ ഉപദ്രവിച്ചത് കോൺഗ്രസ് നേതാക്കളായ പ്രതാപനും വിൻസെന്റും തന്നെയാണെന്ന് പത്മജ വേണുഗോപാൽ. ജോസ് വള്ളൂർ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലെന്നും എന്നാൽ സഹികെട്ടാണ് കോൺഗ്രസ് വിട്ടതെന്നും പത്മജ പറഞ്ഞു. പ്രതാപനും വിൻസെന്റും പിന്നെ അവരുടെ ഒരു കോക്കസും. വേറെ ആര് തൃശൂർ വന്നാലും അവർ സമ്മതിക്കില്ല, ശ്വാസം മുട്ടിച്ചു കളയുമെന്നും പത്മജ പറഞ്ഞു. ദേവികുളം മുൻ MLA S രാജേന്ദ്രനെ സന്ദർശിച്ച് BJP നേതാക്കൾ. BJP മധ്യമേഖലാ പ്രസിഡന്റ് ഹരിയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള ദേവിയും S രാജേന്ദ്രന്റെ ഇക്കാനഗറിലെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ CPM-ൽ നിന്നും സസ്പെൻഡ് ചെയ്ത ദേവികുളം MLA കൂടിയായ S രാജേന്ദ്രൻ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്ന് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂന്നാറിൽ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ പരാതി പരിശോധിക്കാനാണ് BJP നേതാക്കൾ എത്തിയതെന്ന് S രാജേന്ദ്രൻ പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. മോഹമുയരുന്നിതാ എന്റെ ആശകൾ
ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കൊയിലാണ്ടിയിൽ ഇറാനിയൻ ബോട്ട് കസ്റ്റഡിയിലെടുത്ത് കോസ്റ്റ് ഗാർഡ്. കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഇറാനിൽ മത്സ്യബന്ധനത്തിന് പോയ സംഘത്തിൽ ഉള്ളവരാണ് ഇവർ. ശമ്പളം കിട്ടാഞ്ഞതിനെ തുടർന്ന് രക്ഷപ്പെട്ടെത്തിയ സംഘത്തെ കോസ്റ്റ് ഗാർഡ് കണ്ടെത്തുകയായിരുന്നു. ബോട്ട് നിലവിൽ കോസ്റ്റ് ഗാർഡിന്റെ കസ്റ്റഡിയിലാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ LDF സ്ഥാപിച്ച ബോർഡുകളും പോസ്റ്ററുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പൊതുസ്ഥലങ്ങളിലുള്ള മുഴുവൻ പ്രചാരണ സാമഗ്രികളും മെയ് 10-നകം നീക്കും. പാർട്ടി നേതാക്കളും പ്രവർത്തകരും പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യാൻ നേതൃത്വം നൽകി രംഗത്ത് വരണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്തു. ബലാത്സംഗത്തിന് ഇരയായി ഗർഭിണിയാവുന്ന സംഭവങ്ങളിൽ ഗർഭഛിദ്രത്തിന് അനുമതി നിഷേധിക്കുന്നത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ നിഷേധമാണെന്ന് ഹൈക്കോടതി. പീഡനത്തിന് ഇരയായ 16 വയസ്സുള്ള +1 വിദ്യാർത്ഥിനിയുടെ 28 ആഴ്ച പിന്നിട്ട ഗർഭം അലസിപ്പിക്കാൻ അനുമതി നൽകിയ ഉത്തരവിലാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ നിർണായക നിരീക്ഷണം. ഗർഭിണിയായി തുടരുന്നത് പെൺകുട്ടിയുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുമെന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഗർഭഛിദ്രത്തിന് കോടതി അനുമതി നൽകിയത്. സംസ്ഥാനത്ത് കള്ളക്കടൽ ഭീഷണി തുടരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ട് ഇന്നും തുടരും. ഇന്നലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടലാക്രമണം രൂക്ഷമായിരുന്നു. തിരുവനന്തപുരം 5 തെങ്ങിൽ 10-ലേറെ വീടുകളിൽ വെള്ളം കയറി. കൊല്ലത്തും കൊടുങ്ങല്ലൂരിലും കടലേറ്റം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദവും ഒഴിവാക്കണം. മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റണമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. നാളെ വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജമ്മുകാശ്മീരിലെ പൂഞ്ചിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടർന്ന് സൈന്യം. അതിനിടെ പ്രദേശവാസികളായ 6 പേരെ സൈന്യം കസ്റ്റഡിയിലെടുത്തു. ഇവർ ഭീകരരെ സഹായിച്ചോ എന്നറിയാൻ വിശദമായി ചോദ്യം ചെയ്യും. ഇന്നലെ വ്യോമസേന അംഗങ്ങളെയും വഹിച്ച് വന്ന 2 വാഹനങ്ങൾക്ക് നേരെ ഭീകരർ വെടിയുതിർത്തിരുന്നു. ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ വ്യോമസേന വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ട സംഭവം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് കോൺഗ്രസ് നേതാവും മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ചരൺജിത് സിംഗ് ചന്നി. ജനങ്ങളുടെ ജീവൻ വെച്ചാണ് BJP കളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇത്തരം പ്രസ്താവനകൾ അവരുടെ മാനസികാവസ്ഥയെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പ്രതികരിച്ചു. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജറെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ 3 ഇന്ത്യക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ കാനഡ പങ്കുവച്ചിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കനേഡിയൻ പോലീസ് വിവരം പങ്കുവയ്ക്കുന്നതിനനുസരിച്ച് കൂടുതൽ പ്രതികരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതിയായ ഹാസനിലെ NDA സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ പ്രജ്വൽ രേവണ്ണ കർണാടകയിലെ നാളത്തെ വോട്ടെടുപ്പിന് ശേഷം കീഴടങ്ങിയേക്കും. നിലവിൽ പ്രജ്വൽ മസ്കറ്റിലാണുള്ളതെന്നാണ് സൂചന. പ്രജ്വലിന്റെ അച്ഛനും MLAയുമായ രേവണ്ണയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അച്ഛൻ രേവണ്ണ അറസ്റ്റിലായതോടെ മ്യൂണിക്കിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലെത്തിയ പ്രജ്വൽ അവിടെ തുടരുകയാണെന്നാണ് വിവരം. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. മധ്യപ്രദേശിൽ പോലീസ് ഉദ്യോഗസ്ഥനെ മണൽ മാഫിയ ട്രാക്ടർ കയറ്റി കൊലപ്പെടുത്തി. ഷെദാളിലാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. ASI മഹേന്ദ്ര ബാഗിയാണ് കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഡ്രൈവറെയും ട്രക്ക് ഉടമയുടെ മകൻ അശുതോഷ് സിംഗിനെയും അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. ട്രക്ക് ഉടമ സുരേന്ദ്ര സിംഗ് ഒളിവിലാണെന്നും ഇയാൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയെന്നും ADGP അറിയിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് പ്രദേശ് കമ്മിറ്റി ഓഫീസിൽ പൂട്ടിയിട്ടെന്നും അപമര്യാദയായി പെരുമാറിയെന്നും ആരോപിച്ച് കോൺഗ്രസ് ദേശീയ മാധ്യമ കോർഡിനേറ്റർ രാധിക ഖേര പാർട്ടി വിട്ടു. പാർട്ടിയിൽ തനിക്ക് നീതി ലഭിച്ചില്ലെന്നും അതിനാൽ താൻ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുന്നുവെന്നും അവർ അറിയിച്ചു. ഇന്നലെ മധ്യപ്രദേശിലെ കോൺഗ്രസ് MLA നിർമ്മല സാപ്രെ BJPയിൽ ചേർന്നതും കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി. റായ്ബറേലി അമേഠി സീറ്റ് നിർണയത്തെ ചൊല്ലി കുടുംബത്തിൽ ഭിന്നതയില്ലെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര. അധികാരവും പദവിയും കുടുംബ ബന്ധത്തെ ബാധിക്കില്ലെന്ന് വദ്ര ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. പ്രിയങ്ക ഗാന്ധിയെ മാറ്റി നിർത്തിയതിൽ വദ്ര പ്രതിഷേധിച്ചു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ വിശദീകരണം. എല്ലാവരുടെയും പിന്തുണയ്ക്കും ആശംസകൾക്കും നന്ദി. പൊതുരംഗത്ത് നിന്ന് ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്നതുപോലെ ശ്രമിക്കും എന്നും റോബർട്ട് വദ്ര കുറിച്ചു.
റായ്ബറേലി അമേഠി മണ്ഡലങ്ങളുടെ മുഴുവൻ സമയ പ്രചാരണ ചുമതല ഏറ്റെടുത്ത് പ്രിയങ്ക ഗാന്ധി. റായ്ബറേലിയിൽ ഇന്നെത്തുന്ന പ്രിയങ്ക വോട്ടെടുപ്പ് നടക്കുന്ന 20 വരെ ഇരു മണ്ഡലങ്ങളിലുമായി പ്രവർത്തിക്കുമെന്നും റിപ്പോർട്ടുകൾ. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഗോവധത്തിന് അനുമതി നൽകുമെന്നും ഗോമാംസം കഴിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഔറംഗസീബിന്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന നികുതി സമ്പ്രദായം ഇന്ത്യ സഖ്യം തിരികെ കൊണ്ടുവരുമെന്നും പരമ്പരാഗത സ്വത്തിന് നികുതി ഏർപ്പെടുത്തുമെന്നും യോഗി ആരോപിച്ചു. ടൈറ്റാനിക് സിനിമയിൽ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന്റെ വേഷം അവതരിപ്പിച്ച് സിനിമാ പ്രേമികൾക്കിടയിൽ ചിരപ്രതിഷ്ഠ നേടിയ നടൻ ബെർണാഡ് ഹിൽ അന്തരിച്ചു. ടൈറ്റാനിക്, ലോർഡ് ഓഫ് ദ റിംഗ്സ് എന്നീ ചിത്രങ്ങളിലൂടെ ലോകമാകെ ആരാധകരുള്ള നടനാണ് ബെർണാഡ് ഹിൽ. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാർത്താ ചാനലായ അൽ ജസീറ ഇസ്രായേലിൽ അടച്ചുപൂട്ടുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അതേസമയം ഇസ്രായേൽ സർക്കാരിന്റെ ഈ കുറ്റകരമായ നീക്കത്തെ അപലപിക്കുന്നുവെന്ന് അൽ ജസീറ എക്സിൽ കുറിച്ചു. ഗുസ്തി താരം ബജ്രംഗ് പൂനിയയെ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയായ നാഡ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു. യോഗ്യതാ മത്സരത്തിൽ പങ്കെടുത്ത താരം സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചതിനാണ് നടപടി. സാമ്പിൾ ശേഖരിക്കാൻ നാഡ നൽകുന്നത് കാലാവധി കഴിഞ്ഞ കിറ്റുകളാണെന്ന് പൂനിയ നേരത്തെ ആരോപിച്ചിരുന്നു. ചൊവ്വാഴ്ചയ്ക്കകം വിശദീകരണം നൽകിയില്ലെങ്കിൽ തീരുമാനം അച്ചടക്ക സമിതിക്ക് വിടുമെന്നും നിസ്സഹകരണം തുടർന്നാൽ തുടർന്നുള്ള മത്സരങ്ങളിൽ വിലക്കുമെന്നും നാഡ ബജ്രംഗ് പൂനിയയെ അറിയിച്ചു. IPL-ൽ പഞ്ചാബ് കിങ്സിനെ 28 റൺസിന് തോൽപ്പിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ്. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബിനെ 9 വിക്കറ്റ് നഷ്ടത്തിൽ 139 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. IPL-ൽ ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ 98 റൺസിന് തകർത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത 39 പന്തിൽ 81 റൺസ് എടുത്ത സുനിൽ നരൈന്റെ മികവിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 235 റൺസ് എടുത്തു. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ 16.1 ഓവറിൽ 137 റൺസിന് ഓൾ ഔട്ടായി. ഈ ജയത്തോടെ രാജസ്ഥാൻ റോയൽസിനെ മറികടന്ന് 11 കളികളിൽ 16 പോയിന്റുമായി കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് കയറിയപ്പോൾ 10 കളികളിൽ 16 പോയിന്റുള്ള രാജസ്ഥാൻ രണ്ടാമതും 12 പോയിന്റുള്ള ചെന്നൈ മൂന്നാമതുമാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.